നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടോ ഇല്ലോ എന്നുള്ളത് അല്ലാണ്ട് വേറെ പ്രശ്നങ്ങൾ വന്ന ആളുകളിൽ രണ്ടാൾക്കാരെ മുഖമാണ് ഹാപ്പി ആയിട്ട് കണ്ടത്. രണ്ടാൾ പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ല. ഇന്നലെ ഞാൻ എൻജോയ് ചെയ്ത് ആർമാദിച്ച ഞാനിതാക്കുന്ന ഇവിടെ തേങ്ങ ചെയ്യുന്നില്ല. ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. പിന്നെന്താണ് ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? കാരണം ഇപ്പൊ സുഖല്ലേ എന്ന് എല്ലാ വീഡിയോയിലും ഞാൻ ചോദിക്കലുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം നമ്മൾ അന്നത്തെ ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് ഷെമി പറഞ്ഞ എന്നോട് ഇനി നമ്മളെ സബ്സ്ക്രൈബേഴ്സിനോടും സുഖമാണോ എന്നൊന്നും ചോദിക്കില്ല, അങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം ഇപ്പം ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഏത് വീഡിയോ എടുക്കുകയാണെങ്കിലും നാവിലിങ്ങനെ വരും സുഖമല്ലേ എന്നുള്ള സാധനം. അതാണ് സംഭവം കേട്ടോ. അപ്പോൾ ഏതായാലും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നത്. അപ്പം ഇന്ന് ഞാനിപ്പോൾ ഉള്ളത് ശരിക്കും പറയുകയാണെങ്കിൽ പെരിന്തൽമണ്ണ എത്താനായിരിക്കും. നിലമ്പൂർ റോഡ് മഞ്ചേരിയാണ് ഇപ്പോൾ ഉള്ളത്. മഞ്ചേരിയാണ് ഞാനിപ്പോൾ ഉള്ളത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്ന് നമ്മളെ ഇൻസ്റ്റയിലൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളെ റാഷിദ് വാവന്റെ മാരേജ് ആണെന്ന്. അപ്പം മാരേജിനെ വിളിച്ചിരിക്കണം. അപ്പം അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ സത്യം പറയാൻ കഴിഞ്ഞാൽ ഷെമിക്ക് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നതിന് ശേഷം ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകില്ല. നമ്മളെ വ്ളോഗ് കാണുന്നവർക്കും അറിയാം, നമ്മൾ പുറത്തുനിന്ന് അധികം വീഡിയോസുകൾ ഇല്ലാത്തത് ഷെമിക്ക് വരാൻ പറ്റൂല. പിന്നെ അതുപോലെ തന്നെ എനിക്കിപ്പം ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അപ്പം പരിപാടികൾക്കൊന്നും മാക്സിമം പോവലില്ല. അതുപോലെ പ്രൊമോഷൻസ് ആയാലും കാര്യങ്ങൾക്കൊന്നും മാക്സിമം ഇപ്പം എടുക്കലില്ല. പിന്നെ എടുക്കും നമ്മളെ വൈറ്റ് പൈപ്പ് എന്നല്ല അറിയാം. അപ്പം അങ്ങനെ എടുക്കും. പക്ഷെ എന്നാലും ദൂരെ പോകേണ്ട കാര്യങ്ങളൊന്നും എടുക്കില്ല. അടുത്തടുത്തുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ എടുക്കും. പിന്നെ പുറത്തേക്കും അധികം പോകലില്ല. അപ്പോൾ ഏതായാലും എനിക്ക് പിന്നെ ഈ കല്യാണത്തിന് വരുന്നൊന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അൻഷിഫിനെയും ഷമീറിൻ്റെയും ഒക്കെ ഇപ്പോൾ കുറച്ചായില്ലോ കണ്ടിട്ട്. അപ്പം ഓലെ കാണണമെന്നുണ്ട്. വേറൊരു ആവശ്യമുണ്ട്, ഓലെ കാണേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ എല്ലാം കൂടി ആയപ്പം കല്യാണ ദിവസം അത് കാണാന്നോടി വിചാരിച്ചപ്പോൾ ഓലെ വിളിച്ചു നോക്കുമ്പോൾ ഓലും അങ്ങോട്ടേക്ക് എത്തിക്കോളാന്ന് പറഞ്ഞേ. അങ്ങനെ ഏതായാലും നമ്മൾ പരിപാടിക്ക് പോവുകയാണ്. അപ്പം വരുന്നവരെ ഞാൻ ഷെമിനോട് പറഞ്ഞത് ഇനിയില്ലായിട്ട് ഒരു സുഖമൊന്നുമില്ല അങ്ങനെയൊക്കെ പറഞ്ഞതാ. നമ്മക്കിപ്പം എന്തേ തോളില്ലെങ്കിൽ എന്നാലും വിളിച്ചിങ്ങാണ്ട് ഒന്ന് സോപ്പിട്ട് വെച്ചേക്കാം. കാരണം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോവേണ്ടതല്ലേ, അത് നമ്മൾ ചിന്തിക്കണം. അതെ, എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടതാണല്ലോ, അത് ഞാൻ ചിന്തിക്കണമല്ലോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയും നിങ്ങളിപ്പോൾ അങ്ങ് പോകും. ഷെമി അങ്ങനല്ല, അവള് എപ്പോഴും ഉണ്ടാവുന്ന ഒരാളാണല്ലോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഏതായാലും ഷെമിനൊന്ന് കോൾ ചെയ്ത് കേട്ട് പറഞ്ഞേക്കാം, ഒന്ന് സോപ്പിട്ട് വെച്ചേക്കാം. എൻ്റെ സോപ്പിടൽ എങ്ങനെയാണെന്ന് നിങ്ങൾ കണ്ടോളി. അപ്പം അതൊന്ന് പിടി. എന്റെ ഫോണിലാണല്ലോ വ്ളോഗ് എടുക്കുന്നത്. അപ്പൊ ഷിംബാസിന്റെ ഹലോ, അസ്സലാമു അലൈക്കും. How are you? Where are you now? എന്താണ്, ഉറങ്ങുകയാണോ? അതല്ല കൊഞ്ചലല്ല ഷെമിയ, സത്യം പറയുകയാണെങ്കിൽ വിഷമത്തിലാ പോണത്. എന്താ വെച്ചാൽ ഇനിയില്ലാണ്ട് സുഖല്ലേ എനിക്ക് അവിടെ സുഖല്ലേ? അത് അങ്ങനല്ല, കത്ത് ചെയ്തല്ല ഞാൻ ചോദിച്ച. ഇനി ഇല്ലാണ്ട് ഇങ്ങനെ ഇനി പ്രഗ്നന്റ് ടൈമിൽ ഇങ്ങനെ ഒന്നും പറയല്ല കേട്ടോ. എനിക്ക് തോന്നുന്നത് പ്രഗ്നന്റ് ടൈമിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അത് ഫലിക്കുന്ന എനിക്ക് തോന്നുന്നു. വേഗം തുപ്പ്, ബെഡിലാണെങ്കിലും വേണ്ടത് തുപ്പിക്കോ, ആ പ്രശ്നമല്ലേ. ഞാൻ അവിടെ വന്നിട്ട് കേൾക്കോളാം. ഞങ്ങൾ ഇതാക്കണ മഞ്ചേരി എത്തി. ഇനി ഏതാനും നിമിഷങ്ങൾക്കകം ഞങ്ങൾ ഇതാക്കണ കല്യാണ വീട്ടിലേക്ക് എത്തും. പക്ഷെ ഇനി ഇല്ലായിട്ടൊരു സുഖമല്ല, അത് വേറെ കാര്യം. അതെ, അതാണ് ഏക പ്രശ്നം. ഏക ആശ്വാസത്തിന്റെ ഒന്നായിരുന്നു. അതാണ് ഏക പ്രശ്നം ഇനി ഇല്ലാത്തത്. കുഴപ്പമില്ല, അതൊന്നും പ്രശ്നമല്ല. അതേതായാലും ഞാനാടുന്ന് എന്തായാലും അധികം നിൽക്കുകയൊന്നുമില്ല. ഞാൻ വേഗം ഫുഡ് കഴിക്കുക, ഓരോന്ന് കാണാൻ വേഗം പോരും, അത്രേ ചെയ്യും. കാരണം ഇനി ഇല്ലാത്തതും കൊണ്ട് ഞാൻ അധികം ഒന്നും അവിടെ തിരിഞ്ഞു കളിക്കുകയൊന്നുമില്ല. ആയിഷ എണീച്ചോ? ഇല്ല, കിടക്കന്നെ അല്ലേ? ഓക്കെ. എന്നാലും ഏതായാലും ഞാൻ വരുമ്പോ വിളിക്കട്ടോ. പിന്നെ മുബാസ് പോന്നില്ല എന്ന് പറയാൻ പറഞ്ഞു. ഓനും ഓനില്ലാന്ന് രണ്ടാക്കും ഞാനില്ല, ഞാൻ ഉണ്ടാവില്ലാന്ന് കളിയാക്കാണെന്നില്ല. അല്ല, ഇനി ഇല്ലാണ്ട് എങ്ങനെ സുഖമില്ലല്ലോ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഇനി കേട്ടില്ല, ഇതൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ ഇങ്ങനെ ചോദിക്കുന്നത്. ഇനി ഇല്ലായിട്ടൊരു സുഖമില്ലാണ്ടാണ് പറഞ്ഞു വരുന്നത്. വീഡിയോ കൊണ്ട് ആവശ്യമല്ലല്ലോ.
വീഡിയോ കോളും ചെയ്യണ്ട, ഇതിലാരും ഇല്ല. റെക്കോർഡൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തു. എന്നാ ആയിക്കോട്ടെ, ശരി എന്നാല്. ബൈ ബൈ. ലോക്ക് ചെയ്യാവോ? ഓ ലോക്ക് ചെയ്യാം. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ. ബ്ലോക്കിലല്ലേ മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുക. ആയിക്കോട്ടെ. എന്നാ ഇൻഷാ അല്ലാ. ഓക്കെ എന്നാ ശരി. അസ്സലാമു അലൈക്കും. വലൈക്കും സലാം. ഓക്കെ അങ്ങനല്ലേ പറയണ്ടേ? അതല്ല, ഓ ഓളില്ലെങ്കിൽ ഇപ്പൊ എന്താന്നാ. അതെ അതെ തീർച്ചയായിട്ടും. ക്ഷമിക്കറിയാം, ഞാൻ പിന്നെ വീഡിയോ തമാശ വേണ്ടിട്ട് ഇങ്ങനെ പറഞ്ഞതല്ലേ. ഓക്കെ, അപ്പൊ ഏതായാലും നമുക്ക് കല്യാണം ഇവിടെ എത്തിയിട്ട് കാണാം. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും ഇവിടെ ഫുൾ സോങ് കാര്യങ്ങളാണ്. ഇപ്പൊ 2 മിനിറ്റ് റെസ്റ്റ് കിട്ടിയപ്പോൾ ഞങ്ങൾ വേഗം ബ്ലോഗിലേക്ക് കടക്കുകയാണ്. അപ്പൊ ജുബി ബാസി ഇവിടെ കഴിയാൻ ചാൻസ് ഉണ്ട്. അഞ്ചുകൂടി വന്നാൽ ഞങ്ങൾ ഫുഡിലേക്ക് കടക്കുന്നതാണ്. അങ്ങനെ ചെക്കനെ ഒന്നും കണ്ടില്ല കേട്ടോ. ചെക്കനെ ചോദിച്ചു വാങ്ങാൻ പറ്റിയാണ്. അങ്ങനത്തെ എളുപ്പമൊന്നുമല്ല ചോദിച്ചു. അതെ അതെ, അതിന് എന്റെ അഞ്ചുകൂടി അപ്പൊ അഞ്ചുകൂടി വന്നാൽ നമുക്ക് ഫുഡിലേക്ക് കടക്കാം. ഇവർക്ക് കുറച്ച് കിലോമീറ്ററേ ഉള്ള അവിടെ നിന്ന് കൊണ്ട്. എത്ര കിലോമീറ്റർ ഉണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾ 2-2.5 മണിക്കൂറുണ്ട്. ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ താണ്ടി വന്നത്. അഞ്ചുപിന് ഇവിടെ അടുത്ത് വലിയ ദൂരമൊന്നുമില്ല. അഞ്ചുപിന് ഇവിടെ അടുത്തന്നെ. ഞങ്ങള് 1-2 കറക്കൊക്കെ ഉണ്ടായിരുന്നു. ആകെ കഴിഞ്ഞ ഷമീറിനെ കാണുന്നുണ്ട്. ഷമീർ ഇവിടെ എത്തി നല്ല ദൂരം ബൈക്കിൽ വരെ വിളിച്ചറിയുന്ന ഭക്ഷണം കഴിക്കാൻ. അതെ, ഭക്ഷണം കഴിക്കാൻ പറയുന്നുണ്ട്. തീരാൻ അയക്കുന്ന അതിന്റെ അർത്ഥം. അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഓ എങ്ങണ്ട്? ലുക്കുണ്ടോ? ഇവലാണെങ്കിൽ ഇവരെ സംസാരം കൊണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല അല്ലേ? സംസാരിക്കാൻ പറ്റില്ല നമുക്ക്. അതെ അതെ, ഇവരാണ് കാര്യമായിട്ട് ഇവിടെ ഉള്ളത്. ആങ്കറിങ് ഉണ്ടായിട്ട് ഞങ്ങൾക്കൊന്നും സംസാരിക്കാൻ പറ്റില്ല. ഏബി ലുക്കിൽ ഏതായാലും അൻഷിപ്പല്ല. എന്താ എങ്ങനെയുണ്ട്? ഒരു വെറൈറ്റി കോസ്റ്റ്യൂം. അൻഷിപ്പ് മോയിക്കൽ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോയല്ലേ അൻഷിപ്പേ? ഇൻട്രോ. അൻഷിപ്പ് ആദ്യമായിട്ട് വരുമ്പോലെ വരികയാണ്. കുന്നംപാണ്ടിക്കാടിനെ കണ്ട് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ കുറച്ച് മുമ്പായിട്ടോ കുറച്ചായിട്ടോ നമ്മളിപ്പോൾ ഓലൊക്കെ കണ്ടിട്ടൊക്കെ അങ്ങനെ സംസാരിക്കുകയൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ പരിപാടിൻ്റെ ഉള്ളിലേക്ക് കയറി. അവിടെ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഉണ്ട്. കുറേ ആൾക്കാരുണ്ട്. കുറേ ആൾക്കാരെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി അത് തന്നെയാണെന്ന് പറയുക. അപ്പം ഇവരൊക്കെ കാണുമ്പോൾ നമ്മളെ ഫാമിലിയിലുള്ള ഓരോ ആൾക്കാരെ കാണുമ്പോഴൊക്കെ തന്നെ, കാരണം സ്ക്രീനിൽ നമ്മൾ ഓരോരുത്തരെ ഇങ്ങനെ കാണുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ഫീലിങ്, പിന്നെ ഇവരൊക്കെ അടുത്ത് നിൽക്കുമ്പോൾ നമ്മളെ ഫാമിലിയിൽ നിൽക്കുന്ന ഒരു ഫീലിങ്ങും അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു കാര്യം. അതായിരിക്കും എനിക്ക് ശരിക്കും പറയാനാണ് മിസ്സായത്. പിന്നെ ഇതാക്കണ കല്യാണ ചെക്കൻ്റെ അടുത്ത് പോയി കഴിഞ്ഞിട്ട് പിക്കൊക്കെ എടുത്ത് ഹാപ്പി മാരിഡ് ലൈഫൊക്കെ പറഞ്ഞ് ഏതായാലും നല്ലൊരു ജീവിതം ഉണ്ടാകട്ടെ. ക്യാമറയിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഗൈസ് ഞങ്ങൾ ഇതാക്കുന്ന ഫുഡ് ഇവിടെ വേറെ സെറ്റാക്കി ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്ന അടിപൊളി കേട്ടോ. എടാ മോളിൽ വരെ, പക്ഷെ ഞങ്ങള് ഒരു കിലോമീറ്റർ ഒക്കെ മോളിൽ കയറി ചേട്ടാ ഫുഡിന്റെ അടുത്തൊക്കെ എത്തിയ. പക്ഷെ എന്നാലും മുതലായിരിക്കണം. അടിപൊളി അല്ലേ? മോള് കുറച്ച് കയറിയാലും ഇവിടെ എത്തിയപ്പോ അടിപൊളി. കേറുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കയറി കഴിഞ്ഞ ഇവിടുത്തെ ആംബിയൻസ് കണ്ടപ്പോ അടിപൊളി അടിപൊളി അല്ലേ? അത് സ്പെഷ്യൽ ഗസ്റ്റിനുള്ളതാണ്. അൻഷിപ്പ് എന്തിനാ വന്നത്? ഞാനാണ് അൻഷിപ്പ് അവിടുത്തെ സ്പെഷ്യൽ ഗസ്റ്റ്. അതല്ല സംഭവം അടിപൊളിയില്ല. ഇവിടെ വരെ കയറി വന്നാണെങ്കിലും ഒരുമിച്ചെടുക്കുന്ന എനിക്കൊരു കാര്യം പറഞ്ഞു. ഇവിടെ വന്ന ആളുകളിൽ 2 ആൾക്കാരെ മുഖമാണ് ഹാപ്പി ആയിട്ട് കണ്ടത്. നിങ്ങൾ 2 ആള്. അതെ അതെ, നീ പറയും 2 ആള് പെണ്ണുങ്ങളെ കൊണ്ടുവന്നില്ല. ഓക്കെ, എന്നാ പിന്നെ നമ്മളിതാ ഇരിക്കൽ പരിപാടിയിലേക്ക്. അപ്പൊ കേസ് ഞങ്ങളുടെ അവിടെ വന്ന് ഇരുന്ന് ഇവിടെ കർച്ചീഫ് ഒക്കെ ഉണ്ട്. ഇതെന്തിനാ എനിക്ക് മനസ്സിലായില്ല. ഇവിടെ കിടക്കട്ടെ. അരപ്ലേറ്റ് ഒക്കെ ഉണ്ട്. ഫോർക്ക് എടുത്ത് ഫോർക്കല്ലേ? ഫ്രോക്കോ? ഫോർക്ക് അതല്ല ഞാൻ പറഞ്ഞ റെഡിയാ. പന്നി. അതെ. എടാ ബ്രോസ്റ്റ് ഉണ്ട്. എന്താ ടേസ്റ്റ് ഉള്ളേ?
എല്ലാം ടേസ്റ്റ് അല്ലേ? എന്തെങ്കിലൊക്കെ കൊണ്ടാ കഴിക്കട്ടെ. ഇതുമായിട്ട് ഞാൻ കുടുങ്ങിക്കിന്. അതല്ല, ഇതുമായിട്ട് ഞാൻ കുടുങ്ങിക്കിന്. ഇവിടെ പത്തിരി വീട്ടിൽ പോയാ വെറും പത്തിരി തന്നെ. നൂൽപൊറോട്ട സ്റ്റാർട്ട് ആക്ഷൻ. അപ്പൊ കേസിനെ ഏതായാലും ഞങ്ങൾ ഫുഡ് കഴിക്കട്ടെ. ഇനി നമ്മള് വീട്ടിലേക്ക് പോകാം. നമ്മള് ഓരോരുത്തർ യാത്ര പറയാണ്. അവല് സെയറും പോവാണ്. അപ്പൊ ഇവൻ കൊറേ നേരമായി ഞാൻ പോവാന്ന് പറഞ്ഞിട്ട് അഞ്ചാമത്തെ കയ്യാ. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവലേക്ക് എടുത്തുനിന്ന് പോകാനുള്ള ഒരു വിഷമം. പന്തലും പൊളിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞു. അടക്കെ നൗഫലേ, നമ്മൾ തമ്മിൽ പ്രശ്നം ഉണ്ടോ ഇല്ലോ എന്നുള്ളതൊന്ന് പറഞ്ഞിരിക്കും. സംഭവം ഓന്റെ ഭാര്യ എന്തായാലും വരാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ്. പക്ഷെ പെറ്റ് നീച്ച് നല്ലൊരു കുട്ടിയൊക്കെ ആയിട്ട് അതിന് മുന്നേ വരുമോ? അതായത് ഇപ്പൊ എന്തായാലും അതൊരു നല്ല കാര്യട്ടോ. അത് നല്ല കാര്യം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കാതെ. അല്ല, ടൂറിന് പോയിട്ട് എന്തോ ഫുഡ് കൂടുതൽ എടുത്തെന്ന് പറഞ്ഞ് തെറ്റ് ചെയ്ത്. അപ്പം ഇന്നലെ ഷെഫി ഞാൻ അല്ലാണ്ട് ടെൻഷനായി കല്യാണത്തിനൊക്കെ പോയി വന്നിട്ടോ. ഇന്നലെ രാത്രി വന്നതിന് ശേഷം ഞങ്ങൾ കണ്ടിട്ടേ ഇല്ല. രാവിലെ ഞാൻ വന്ന് നോക്കണതാ, ചായ ഉണ്ടാക്കിയ ചോറുണ്ടാക്കിയ എന്തൊക്കെ എന്താന്ന് അറിയൂല. എല്ലാം ഒരു സ്വപ്നം പോലെ, എല്ലാം ഒരു സ്വപ്നം പോലെ. ഇന്നലെ ഞാൻ എൻജോയ് ചെയ്ത് അന്നെ ആർമാദിച്ച ഞാൻ ഇവിടെ തേങ്ങ ചെയ്യുന്നില്ല. അപ്പൊ ഞാനും വിചാരിച്ചത് എന്ത് പറ്റിന്ന് കുറച്ച് വേണം നോക്ക്. അല്ല, സംഭവം ഇനി ഇല്ലാത്തതിന്റെ വിഷമൊക്കെ ഉണ്ടായ ശരി. അതെങ്കിൽ വേറെ ആരെടുത്തു. പക്ഷെ പരിപാടി അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ. തമാശല്ല കാര്യത്തിൽ നല്ല പരിപാടിയായിരുന്നു. പിന്നെന്താ പറയാ, പോവാതെ എനിക്ക് ഇപ്പം ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണ്. പക്ഷെ വന്നാല് നല്ല അടിപൊളി ആംബിയൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല പരിപാടിയായിരുന്നു. പിന്നെ ഒരുവിധ ആൾക്കാരൊക്കെ ഉണ്ടായി പരിപാടിക്ക്. പിന്നെ എല്ലാവരും എൻ്റെ അടുത്ത് കുറേ ആൾക്കാർ അന്വേഷണം പറയാൻ പറഞ്ഞവരുണ്ട്. അപ്പം ഓർക്കും വേണ്ടി ഞാൻ എന്നോട് അന്വേഷണം പറയാൻ സലാം പറയാൻ പറഞ്ഞവരുണ്ട്. ഓക്കെ, സെറ്റായി. പിന്നെ ഒരുപാട് ചാനലുകാരും ഒക്കെ ഉണ്ടായി. എല്ലാവരും ചോദിക്കുന്നത് ഇതാണ്, ഷെമിക്ക് എത്ര മാസമായി, എന്തായി സ്റ്റിച്ചിട്ടിട്ട് മാറ്റമുണ്ടോ, അതിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. അപ്പൊ കണ്ടില്ലേ, ഞാൻ നല്ലൊരു സ്വപ്നം പോലെ അതിന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ എന്നതാക്കുക തേങ്ങ ചിരവൽ പരിപാടിയിലേക്ക് കയറിയിട്ടുണ്ട് ഗുയ്സ്. പിന്നെ രാവിലത്തെ എന്താ ഉണ്ടാക്കണമെന്ന് ദോശ ഉണ്ടാക്കി തിന്നേനും. ഞാൻ ഷോപ്പ് കിടിയ എന്തെങ്കിലും വാങ്ങി തിന്നോളാം. പിന്നെ ഇതാക്കുന്നത് കഞ്ഞി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഇതായിട്ടുള്ള പിന്നെ കിച്ചന്റെ കാര്യമൊക്കെ നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ഷെമി ഇങ്ങനെ കെടുപ്പിലായതുകൊണ്ട് അത്ര വൃത്തിയൊക്കെ തന്നെ ഉണ്ടാവും. ഫുള്ള് നിറഞ്ഞെടുക്കുകയാണ് അല്ലേ. കിട്ടണടുത്ത് ഓക്കെ. അപ്പൊ ഏതായാലും ഈ വീഡിയോ ഇവിടെ വെച്ചു അതിൻ്റെ ആണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും നാളെ കാണാം അല്ലേ. ഓക്കെ, എന്നാ ശരി.